الصبح بدا من طلعته والليل السلام عليكم ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അൽഹംദുലില്ലാ. ഹിഫ്ള് ഹദീസിന്റെ രണ്ടാമത്തെ മജ്‌ലിസിലേക്ക് ഏവർക്കും സ്വാഗതം. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് രണ്ടാമത്തെ ഹദീസ് നമുക്കിന്ന് മനഃപ്പാഠമാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കഴിയട്ടെ എന്ന ദുആയോടെ. നമ്മൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ വരുമാന മാർഗം പിന്തുടരുന്നവരാണ് അല്ലേ? കച്ചവടവും കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഇതൊക്കെ എപ്രകാരം ചെയ്യണമെന്ന്, എപ്രകാരമായിരിക്കണമെന്ന് നമ്മുടെ മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ തങ്ങളുടെ ഇടപാടുകളിലും, അതായത് ബിസിനസ്സുകളിലും ജോലികളിലും ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. നിഷിദ്ധമായ രീതിയിലുള്ള കച്ചവടവും മറ്റ് ഇടപാടുകളും ഒന്നും നാം നടത്താൻ പാടില്ല. മറിച്ച് അനുവദനീയമായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടവരാണ്. നിഷിദ്ധവും സംശയമുള്ളതുമായ സമ്പത്തിൽ നിന്നും പലിശയിൽ നിന്നുമൊക്കെ നമ്മൾ മുസ്ലിമീങ്ങൾ അകലം പാലിക്കൽ നിർബന്ധമാണ്. കാരണം നിഷിദ്ധമായ സമ്പത്തുകൾ ഭക്ഷിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ഇരുളുണ്ടാക്കുകയും നല്ല കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പിന്തിരിപ്പിക്കുകയും ചെയ്യും. നല്ല കാര്യങ്ങൾ ചെയ്യുവാനും അത് പ്രവർത്തിക്കുവാനുമുള്ള മനസ്സ് നമ്മൾ അറിയാണ്ട് തന്നെ നമുക്കത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അരുളുന്നു, സത്യവിശ്വാസികളെ, നാം നിങ്ങൾക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള പരിശുദ്ധമായ വസ്തുക്കളിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുക. നമ്മൾ പലരും വിഷമിക്കുന്ന കണ്ടിട്ടുണ്ട്. എൻ്റെ മക്കൾ എന്തുകൊണ്ട് നന്നായില്ല, അവരുടെ സ്വഭാവം മോശമായി പോയി, അല്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോയി, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്തെന്നറിയുമോ? ഒരു പ്രധാനപ്പെട്ട കാരണം പല ഹദീസുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ആദ്യം ഹലാലായിരിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ മക്കളെ കഴിപ്പിക്കുന്ന ഭക്ഷണവും അവർക്ക് നൽകുന്ന ഏതൊരു കാര്യവും അത് ഹലാലായിരിക്കുക. പുറത്തു പോയി കൊണ്ടുവരുമ്പോൾ, ജോലി ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഉപ്പാനോടും ഭർത്താവിനോടുമൊക്കെ നമ്മൾ അന്വേഷിക്കണം, ഇതെങ്ങനെ ഉണ്ടായി, ഇതെങ്ങനെയാണ് അവരധ്വാനിക്കുന്നത് ഹലാലായ രീതിയിലാണോ എന്ന് കൂടി നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും കൂടെ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, അന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു ഹറാമായ വസ്തു ഈ ലോകം മുഴുവൻ തിരിഞ്ഞാലും എങ്ങനെ പോയാലും പലിശ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഹലാലായത് നമ്മൾ തിരഞ്ഞ് ഭക്ഷിക്കേണ്ടത് നിർബന്ധം തന്നെയാണ്. അല്ല അത് കുഴപ്പമില്ല, എല്ലാവരും കഴിക്കുന്നു ഞാനും കഴിക്കുന്നു എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിച്ചെല്ലാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെയും എന്നെയും നിങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ പരമ്പരകളെയും ലോക മുസ്ലിമീങ്ങളെയും ഈ പലിശ എന്ന ഹറാമായ സമ്പത്തിൽ നിന്നും അല്ലാഹു രക്ഷിക്കട്ടെ. ആമീൻ. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഹറാമായ സമ്പത്ത് കൊണ്ട് പരിപോഷിപ്പിക്കപ്പെട്ട ശരീരം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അത്തരം ശരീരങ്ങൾ നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും. പ്രധാനമായും അത് തന്നെയാണ്. നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് അർഹത ഇല്ലാത്തൊരു വസ്തു നമ്മളത് നേടിയിട്ടുണ്ടെങ്കിൽ തന്നെ, പണമായിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ എന്ത് തന്നെ ആയാലും ഹറാമായൊരു വസ്തു നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഭക്ഷണമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഹറാമിയത്ത് നിറഞ്ഞു കിടക്കുന്നത്. അതിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷിക്കുമാറാവട്ടെ. സത്യസന്ധതയോടെ ജീവിക്കാനുള്ള അനുഗ്രഹം അല്ലാഹു തരട്ടെ. നമ്മുടെ കച്ചവടങ്ങളും ജോലിയിലും പണമുണ്ടാക്കുന്ന ഏതൊരു വഴിയായാലും അതെല്ലാം ഹലാലായ രീതിയിലായിക്കോട്ടെ. ആരെയും വേദനിപ്പിച്ചുകൊണ്ടോ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ മോഷ്ടിച്ചുകൊണ്ടോ ഉണ്ടായ ഒരു സമ്പത്തും നമ്മുടെ വീടുകളിലെല്ലാം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയട്ടെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.